എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. നമ്മളെത്ര സമ്പന്നരാണ്. നമ്മുടെ കർത്താവ് എത്ര മഹത്തരമായ പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നിത്യമായ രക്ഷ നൽകി നമ്മെല്ലാം കർത്താവ് വീണ്ടെടുത്തു. തൻ്റെ രക്തം ചിന്തലിലൂടെ നമ്മെ നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റി. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 20-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആ പാനപാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ന്യൂ കവനന്റ്. ഇത് പുതിയ ഉടമ്പടിയാകുന്നു. എൻ്റെ രക്തത്തിലൂടെ ഒരു പുതിയ ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമാണ്. കർത്താവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വിഷാദപ്പെട്ട് വേദനയിലും ദുഃഖത്തിലും നിരാശയിലും കണ്ണുനീരിലും പിറുപിറുപ്പിലും ജീവിതം നരകതുല്യമായി തള്ളി നീക്കാൻ വിളിക്കപ്പെട്ടവരല്ല സഹോദരങ്ങളെ. നമ്മൾ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ്. ന്യൂ കവനന്റ്. കർത്താവ് തൻ്റെ രക്തത്തിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അത് അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമ്പടിയാണ്. അത് നിത്യമായ രക്ഷയുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി നമ്മുടെ അവകാശമാണ്. തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:2 എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണത്. നമുക്ക് ഉച്ചത്തിലെ വചനം നേറ്റു പറയാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. കർത്താവായ യേശുവാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാര ബലി. നമ്മുടെ പാപങ്ങൾക്കുള്ള പാപപരിഹാര ബലിയാണ് കർത്താവായ യേശു. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ. ലോകം ഇവിടുന്ന് പറയുന്നത് കോസ്മോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. മനുഷ്യവർഗം മുഴുവൻ്റെയും, എല്ലാ ജനപദങ്ങളുടെയും, എല്ലാ ഭാഷക്കാരുടെയും, എല്ലാ ഗോത്രക്കാരുടെയും പാപപരിഹാര ബലി കർത്താവായ യേശു മാത്രമാണെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. അവനാണ് നമ്മുടെ പാപപരിഹാര ബലി. കർത്താവിലാണ് നമ്മുടെ പാപമോചനമുള്ളത്. അവൻ്റെ രക്തത്തിലാണ് നമ്മുടെ നിത്യജീവൻ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അവൻ്റെ രക്തമാണ് നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നത്. എഫെസസ് 1:7 പൗലോസ് സഭ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്കാർക്ക് ലേഖനം 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശുവിന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. കർത്താവ് രക്തം ചിന്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് രക്ഷ കിട്ടുമായിരുന്നില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല, നിത്യജീവൻ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലാണ് നമ്മുടെ നിത്യരക്ഷയുടെ അടിസ്ഥാനമിരിക്കുന്നത്. അവിടുത്തെ രക്തം വഴി നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു, നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഈ രക്ഷാകര പ്രവൃത്തിയോട് കരമടിച്ച് സ്തുതിക്കുന്നു. കർത്താവിന്റെ രക്തം വഴി നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, തിരുരക്തം വഴി രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ രക്തം വഴി നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. ഈ സത്യമാണ് വീണ്ടും വചനം ഉറപ്പിക്കുന്നത്. ഹെബ്രായ പുസ്തകം 9:22 നമ്മൾ ആ വചനം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഹെബ്രായ പുസ്തകം 9:22 നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല.
രക്തം ചിന്താതെ പാപമോചനമില്ല. പാപമോചനം ഇരിക്കുന്നത് രക്തം ചിന്തലിലൂടെയാണ്. എന്തിനാണ് നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തിയത്? നമ്മെ നിത്യമായി രക്ഷിക്കുവാൻ, നമുക്ക് പാപമോചനം തരുവാൻ, നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത് യേശുവാണ് നമ്മുടെ പാപപരിഹാര ബലി. അവനാണ് നമ്മുടെ പാപപരിഹാര ബലി. അവനിലാണ് നമുക്ക് പാപമോചനം ലഭ്യമാകുന്നത്. ക്രിസ്തുവിലാണ് പാപമോചനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു. കർത്താവായ യേശു, യേശുവിലാണ് പാപമോചനം. അവൻ്റെ രക്തത്തിലാണ് നമ്മുടെ രക്ഷ. സഹോദരങ്ങളെ, എത്ര മാത്രം ആനന്ദിക്കാനുള്ള വകയാണ് നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമായാൽ നമ്മൾ ഫ്രീ ആയി, നമ്മൾ സ്വതന്ത്രമായി. പിന്നെ ഒരു ദുഃഖത്തിനും ഒരു നിരാശയ്ക്കും നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ പറ്റുകയില്ല. ദുഃഖവും നൊമ്പരങ്ങളും സഹനങ്ങളും കഷ്ടതകളെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ നടുവിൽ ആനന്ദിക്കാൻ നമുക്ക് വകയുണ്ടെന്ന് കർത്താവ് ഉറപ്പിക്കുകയാ. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ആനന്ദിക്കുവീൻ, ആനന്ദിക്കുവീൻ. സഹോദരങ്ങളെ, ലോകദൃഷ്ടിയിൽ നമ്മൾ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരാകാം, ഒരുപാട് സഹിക്കുന്നവരാകാം, കണ്ണുനീരും വേദനയും കഷ്ടപ്പാട് ദുരിതങ്ങളുള്ളവരാകാം. കർത്താവിനെ പ്രതി, അവൻ്റെ വചനത്തെ പ്രതിയാണ് ഈ നഷ്ടപ്പെടലുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ്, നമ്മൾ ഏറ്റവും ബ്ലെസ്സഡ് ആണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. അവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹീതരെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ് 1:3, എഫെസസ് സഭയ്ക്ക് ലേഖനം 1:3, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ. നമ്മൾ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതാണ്. തിരുരക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. രക്ഷയുടെ ഫലങ്ങൾ, റിസൾട്ട്സ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? തൻ്റെ രക്തം ചിന്തലിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ രക്ഷയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കണ്ടു. സമാധാനം സ്ഥാപിതമായി, പിശാചിന് മേൽ വിജയം നൽകി, നമുക്ക് നിത്യരക്ഷ തന്നു, പാപമോചനം കിട്ടി, നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ ഇന്ന് പ്രധാനമായി പഠിക്കുന്ന 2-3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ മുൻപിലിരിക്കുക. ഓരോ വചനവും കൃപയായി നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ നിയോഗങ്ങൾ, ആത്മീയം ഭൗതികമായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങളെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയുടെ ഫലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? മറ്റൊരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്, റിസൾട്ടാണ്, ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ നീതീകരിച്ചു. നമുക്ക് ഏറ്റവും ആനന്ദം തരുന്നൊരു വചനമാണ്, ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ നീതീകരിച്ചു. പൗലോസ് സത്യസഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വചനം, 5:9. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത രക്തം എന്നെയും നിന്നെയും നീതീകരിച്ചു. നമ്മൾ തിരുരക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാ. നമ്മളെ കുറ്റവിമുക്തരാക്കി മാറ്റി. ഇനി പിശാചിന് നമ്മുടെ മേൽ കുറ്റം ചുമത്താൻ അവകാശമില്ല. സഹോദരങ്ങൾ, നമ്മൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട. എന്തുമാത്രം കൊടിയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെയോർത്ത് റിപ്പന്റ് ചെയ്തൽ, അനുതപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽ പിശാചിന് അവകാശമില്ല. കർത്താവിൻ്റെ രക്തം നമ്മുടെ മേൽ തെളിക്കപ്പെട്ടതാണ്. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ നമ്മൾ. അവൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാ നമ്മൾ. അവൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പ്രകാശിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നു, ആ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നാം നീതീകരിക്കപ്പെട്ടു. കർത്താവ് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്തിനാ ഈ ഗിൽറ്റി ഫീലിംഗ്? ഐ ആം നോട്ട് വർത്തി, ഞാൻ യോഗ്യനല്ല, ഈ കൃപ സഹിച്ചാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്ക് യോഗ്യതയില്ല. നമുക്ക് എന്ത് യോഗ്യതയാണ്? നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ അയോഗ്യത തന്നെയാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ അയോഗ്യത തന്നെയാണ്. ഇന്ന് പലപ്പോഴും അവർ സെൽഫിലാണ് ആശ്രയിക്കുന്നത്. അവരുടെ സ്വയം വിശുദ്ധിയിൽ, അവരുടെ സ്വന്തം പ്രാർത്ഥന, അവരുടെ സ്വന്തം എഫർട്ടുകൾ, അവരതിലാണ് പലപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത്. അല്ല, അതൊക്കെ വേണം നമുക്ക്. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിൻ്റെ യോഗ്യതയിലാണ്, കർത്താവിൻ്റെ കുരിശിലെ ബലിയിലാണ്, കർത്താവിൻ്റെ വചനത്തിലാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ടത്. നമ്മൾ എന്തുമാത്രം വിശുദ്ധ ജീവിതം നയിച്ചാലും ദൈവത്തിൻ്റെ മുൻപിൽ അതൊക്കെ മലിനവസ്ത്രം പോലെയാണ്. നമ്മുടെ വിശുദ്ധിയിൽ അതിലൊരു ഇമ്പ്യൂരിറ്റി ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പം കർത്താവിൻ്റെ യോഗ്യതയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്, കർത്താവിൻ്റെ യോഗ്യതയിൽ നമ്മൾ ശരണപ്പെടേണ്ടത്. അവൻ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തു, കർത്താവിൻ്റെ രക്തം നമ്മളെ നീതീകരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ എന്തുമാത്രം കൊടിയ പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദുർബലരാണ് എന്ന് വിചാരിച്ച് പാപം ചെയ്യേണ്ട ലൈസൻസ് അല്ല അതിൻ്റെ അർത്ഥം. ചില ദുർബല നിമിഷങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുന്നു. നമ്മളുടനെ റിപ്പൻറ്റ് ചെയ്യുക, നമ്മളുടനെ അനുതപിക്കുക. അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ അനുതപിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ആ രക്തത്തിലൂടെ ലഭ്യമായ നീതീകരണത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ മുദ്രവയ്ക്കുകയാണ്. പിന്നെ ആത്മാവിൻ്റെ മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ കർത്താവ് നമുക്ക് നേടിത്തന്ന ഈ രക്ഷയുടെ ഫലങ്ങൾ മനസ്സിലാക്കാതെ അനേകരെ അവിടെ സെൽഫിൽ ആശ്രയിച്ച്, അവിടെ സ്വയത്തിൽ ആശ്രയിച്ച് അവർ വിഷാദികളാകുന്നു, നിരാശപ്പെടുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ വിഴപ്പും പേറി, അതിൻ്റെ ഭാരവും പേറി നിരാശയോടെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങളെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് തങ്ങളെ നീതീകരിച്ചു, കർത്താവ് പാപം ക്ഷമിച്ചു, ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നു, നിത്യരക്ഷ തന്നു എന്ന് ചങ്കിൽ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ രക്ഷ ഏറ്റെടുക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നു. അതുകൊണ്ട് അവർ പലപ്പോഴും അസ്വസ്ഥരും അസംതൃപ്തരുമാണ്. കർത്താവിൻ്റെ ആ ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റുന്നില്ല അവർക്ക്. ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ചില പാപങ്ങളുണ്ടോ? നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റുകൾ, അവിശ്വസ്തതയുടെ, അശുദ്ധിയുടെ ചില മ്ലേച്ഛതകൾ, ചില തിന്മകൾ, ചില ദൂഷിപ്പുകൾ, കർത്താവിനെ വേദനിപ്പിച്ച ചില കൊടിയ പാപങ്ങൾ ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുണ്ടോ? നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? നിന്നെ പുറകോട്ടത് വലിക്കുന്നുണ്ടോ? ഇതാ നിനക്കുള്ള സദ്വാർത്തയാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് മനുഷ്യന്റെ വചനമല്ല, ഇത് കർത്താവിന്റെ സത്യവചനമാണ്. ഈ വചനം നിന്നെ പഠിപ്പിക്കുന്നു, യേശുവിന്റെ രക്തം നിന്നെ നീതീകരിച്ചിരിക്കുന്നു, നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നീ അനുദപിച്ചാൽ ഈ രക്ഷയുടെ ഫലം നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ പകരുകയാണ്. ജസ്റ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഈ ഗിൽറ്റി കോൺഷ്യസിലല്ല ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ സീൻ കോൺഷ്യസിലല്ല ജീവിക്കണം. ചില വ്യക്തികൾ 24 മണിക്കൂറും അവർ ഈ പാപം അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. കർത്താവ് അവർക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയോ അല്ലെങ്കിൽ ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വമോ ആ രക്ഷയുടെ റിസൾട്ടുകളോ ഇതൊന്നല്ല അവർ നോക്കുന്നത്. അവർ ഈ പാപത്തെക്കുറിച്ചുള്ള ചിന്ത, എപ്പോഴും ഈ ഒരു കോൺഷ്യസ് ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ആനന്ദിക്കാൻ പറ്റില്ല, അവർക്ക് ഫ്രീഡം ഉണ്ടാവില്ല, അവർക്ക് സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താ? അവരിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്, അവരെ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, നീ ആശ്രയിക്കേണ്ടത് ജീവിക്കുന്ന കർത്താവിനെയാണ്, കർത്താവിൻ്റെ വചനത്തിലാണ്. എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച, എന്നെ സ്ട്രെങ്തൻ ചെയ്ത വചനങ്ങളാണിത്. അവൻ്റെ രക്തം നമ്മൾ നീതീകരിച്ചു, ആ രക്തം നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. പിശാച് നമ്മുടെ മേൽ കുറ്റമാരോപിക്കാൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുക. അരുത്, എൻ്റെ രക്തം, ഞാൻ സന്തോഷം നീതീകരിച്ചിരിക്കുന്നു, ഞാൻ സന്തോഷം നീതീകരിച്ചു. ശരി, അവൻ പാപം ചെയ്തു, ശരിയാ, പക്ഷെ എൻ്റെ രക്തം അവന് നീതീകരിച്ചു. അവൻ പാപം ചെയ്താലും അവൻ അനുതപിച്ചു, അവൻ എന്നോട് ഐക്യപ്പെട്ടു. ഇനി പിശാച് നിനക്ക് എൻ്റെ മകൻ്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. അവൻ എൻ്റെ ആത്മാവാ, അവൻ എൻ്റേതാ, എൻ്റെ രക്തം അവനെ നീതീകരിച്ചിരിക്കുന്നു. യെസ്,
I am child of God. Hallelujah. Hallelujah. കർത്താവിന്റെ പൈതലാണ്. ഈ ഫ്രീഡത്തിൽ നീ ജീവിക്കണം. ഈ സ്വാതന്ത്ര്യത്തോടെ നീ ജീവിക്കണം. അതാണ് നിനക്ക് വേണ്ടി കർത്താവ് കുരിശിൽ ചെയ്തിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കാതെ അനേകര്, എനിക്ക് ഒത്തിരി പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. പല വ്യക്തികൾ എന്തോരം വചനം അവർക്കറിയാം, അവർക്ക് ഒരുപാട് വചനങ്ങളോ ഒത്തിരി പ്രാർത്ഥന ഉരുവിടുന്നുണ്ട് അവർ. പക്ഷെ പല വ്യക്തികളെ ഞാൻ കണ്ടപ്പോൾ പലരുമായി ഷെയർ ചെയ്യുമ്പോൾ പറ്റുന്നൊരു കാര്യം, അവർ ഈ ഗിൽറ്റി ഫീലിങ്ങിലാണ് ഗിൽറ്റി ഫീലിംഗ്. അവർക്ക് ഉറപ്പ് കിട്ടുന്നില്ല, രക്ഷയുടെ ഉറപ്പ് കിട്ടുന്നില്ല. എഫെസസ് 4:30 പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, രക്ഷയുടെ ഉറപ്പ് നമുക്ക് തരുന്നത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. ഞാൻ രക്ഷയുടെ അവകാശിയാണ്. എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. പുതിയ ഉടമ്പടിയുടെ വ്യക്തി. ന്യൂ കവനന്റ്. യെസ് സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അവിടെ എപ്പോൾ വേണമെങ്കിലും ധൈര്യത്തോടെ കർത്താവിന് മുമ്പിലേക്ക് വരണം. ചിലരുണ്ട് കുറ്റബോധത്തിലാകുക, ഇനി പ്രാർത്ഥിക്കാൻ പറ്റുമോ, കർത്താവിൻ്റെ മുഖത്തേക്ക് എങ്ങനെയാണ് നോക്കുക, കർത്താവിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോവുക, ഞാൻ ഈ പാപം ചെയ്തതല്ലേ എന്നൊക്കെ ചിന്തിച്ച് പലരും അകന്നു പോയി. ഇത് പിശാചിൻ്റെ ഒരു ചതിയാണ് സഹോദരങ്ങളെ. നീ ഉടനെ അനുതപിക്കുക, റിപ്പന്റ്. അതാ നമ്മൾ ചെയ്യേണ്ടത്, അനുതപിക്കണം. നമ്മൾ അനുതപിച്ചാൽ നമ്മുടെ മേലുള്ള പിശാചിൻ്റെ പിടിപൊട്ടി. പിന്നെ നമ്മൾ കർത്താവിൻ്റെ ആത്മാവായിട്ട് മാറാണ്. പരിശുദ്ധ വചനം വ്യക്തമായി സത്യം പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 19-20 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കണം, ഉച്ചത്തിൽ വായിക്കണം. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഈ ഗിൽറ്റി ഫീലിങ്ങിൽ, ഇനി കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂ, എനിക്ക് മുട്ടുകുത്താൻ പറ്റൂ, എനിക്ക് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ പറ്റൂ, ഞാൻ ഇത്രയും കഠിനപാപം ചെയ്തതല്ലേ എന്നും പറഞ്ഞ് നീ അകന്നു പോകേണ്ട. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 24 മണിക്കൂറും മനോധൈര്യത്തോടെ നിനക്ക് പ്രവേശിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുക. എന്തുമൂലം? അവന്റെ രക്തം മൂലം. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ ഏത് നേരത്തും ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള മനോധൈര്യം, ആ സെൽഫ് കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് അല്ല, സെൽഫ് കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരെ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് മനോധൈര്യമുണ്ട്. അകന്നു പോകരുത്. മനോധൈര്യം. ഇത് നിങ്ങൾ വീണ്ടും 20-ാമത്തെ വചനം കൂടി വായിച്ചു, 10-20. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. വിശാലമായ നമ്മുടെ ഈ നാഷണൽ ഹൈവേക്കാളും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വലിയ വലിയ ഹൈവേകളെ കാണാം. മോട്ടോർ എന്നൊക്കെ പറയും. മോട്ടോർ ഭയങ്കര വലിയ വിശാലമായ റോഡുകളാണ്. ഇതുപോലെ വലിയ നവീനവും വിശാലവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുക. ഏത് സമയത്തും ആ പാതയിലൂടെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാനുള്ള അവകാശവും അതിനുവേണ്ട മനോധൈര്യവും തൻ്റെ രക്തത്തിലൂടെ ഈശോ എനിക്കും നിനക്കും തന്നിരിക്കുക. അത്ര വലിയ അവകാശം. കരമുയർത്തി പ്രാർത്ഥിച്ച് കുറ്റബോധത്തിന് കെട്ടുപൊട്ടട്ടെ, പാപത്തിന് കെട്ടുപൊട്ടട്ടെ, നിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ദുഃഖത്തിന് കെട്ടുപൊട്ടട്ടെ, നിരാശയുടെ വിഷാദത്തിന് കെട്ടുപൊട്ടട്ടെ. കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക്, ആ രക്ഷയുടെ ആനന്ദത്തിലേക്ക്, ദൈവകൃപയുടെ സമൃദ്ധിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങളിൽ അഭിഷേകം ഇറങ്ങുവാൻ കരങ്ങൾ ഉയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ. വിളിച്ച് ശക്തിയോടെ വിളിച്ച് ജനത്തോട് കരുണ കാണിക്കണം, ജനത്തെ പിടിപ്പിക്കണം കർത്താവ്, സുഖപ്പെടുത്തണം കർത്താവ്, കുറ്റബോധത്തിന് പിടിയിൽ നിന്ന്, നിരാശയുടെ ബന്ധനത്തിൽ നിന്ന്
ഓ കർത്താവേ, വിഷാദത്തിന്റെ അടിമത്തത്തിൽ പതിനായിരങ്ങൾക്ക് വിമോചനം കൊടുക്കണം. കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണം, കുടുംബങ്ങളെ സുഖപ്പെടുത്തണം, വ്യക്തികളെ സുഖപ്പെടുത്തണം. പാപക്കെട്ടുകൾ പൊട്ടട്ടെ, കുറ്റബോധത്തിന് കെട്ടടിയട്ടെ, യഥാർത്ഥമായ അനുതാപം ഉണ്ടാവട്ടെ, മാനസാന്തരം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമുയർത്തി വിളിക്കുന്ന യേശുവേ. പാപത്തിന് മേൽ ഭരണമില്ല. ഓ, അത് ഏറ്റുപാടുക. ഈ വചനത്തിന് കൃപ ഏറ്റെടുക്ക്, ഈ വചനത്തിന് അഭിഷേകം ഏറ്റെടുക്ക്. എന്റെ കർത്താവിന്റെ രക്തം എനിക്ക് മനോധൈര്യം തന്നിരിക്കുന്നു, മനോധൈര്യം തന്നിരിക്കുന്നു. യേശുവേ, അടിപാടി പ്രവർത്തിക്കുന്നു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, എന്നെ കുറ്റമില്ലാത്തവനാക്കി, കുറ്റവിമുക്തനാക്കി. കരമുയർത്തിരൊറ്റ വിളി യേശുവേ. രക്ഷയുടെ ഫലങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതാകട്ടെ, ഞങ്ങൾ അഭിഷേചിതരാകട്ടെ, ഞങ്ങൾ മുദ്രിതരാകട്ടെ, മോദ്രിതരാകട്ടെ, മോദ്രിതരാകട്ടെ, മോദ്രിതരാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആനന്ദത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. വീണ്ടും നമുക്ക് വചനത്തിലോട്ട് വരാം. ഹെബ്രായ പുസ്തകം 10:22. ഹെബ്രായ പുസ്തകം 10:22. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ആരടുത്തേക്ക് ചെല്ലാം? നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ സത്യഹൃദയത്തോടെ നമുക്ക് 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും ഏതു നേരത്തും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള മനോധൈര്യം അവൻ തൻ്റെ രക്തത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ പുതിയ ഉടമ്പടിയുടെ അവകാശികളാണ്, നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമാണ്. സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തമാണിത്, എത്ര ശ്രേഷ്ഠമായ വാഗ്ദാനം. 1 John chapter 1 verse 7. 1 യോഹന്നാൻ 1:7 ഇത് സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ 10 കൽപ്പനകൾ നമ്മൾ തെറ്റിച്ചു, ശരിയാ, 10 കൽപ്പനകളും നമ്മൾ ലംഘിച്ചു, ഡിസൊബീഡിയൻ്റായി. റിപ്പന്റ്, അനുദപിച്ചാൽ മതി. അനുദപിക്കുക. നമ്മുടെ നീതിയല്ല നമ്മളെ നീതീകരിക്കുന്നത്, കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ് നമ്മളെ നീതീകരിക്കുന്നത്. എൻ്റെ സൽപ്രവൃത്തികളല്ല നീതീകരിക്കുന്നത്. സൽപ്രവൃത്തികൾ നമുക്ക് വേണം, പക്ഷെ നമ്മുടെ സൽപ്രവൃത്തികളല്ല നമുക്ക് നിത്യരക്ഷ നേടിത്തരുന്നത്. അത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങളാണ്. അവൻ്റെ രക്തത്തിലൂടെയാണ് രക്ഷ ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ രക്ഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ സൽപ്രവൃത്തികൾ, വിശുദ്ധ ജീവിതം, വിശ്വസ്തത, സ്നേഹം, ഐക്യം, എളിമ എന്നൊക്കെ പറയുന്നത്.
പക്ഷെ ഇതൊന്നുമല്ല നമുക്ക് രക്ഷ തരുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ്, അവിടുത്തെ പരിശുദ്ധ ശരീരമാണ്. മനസ്സിലാകുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ പുസ്തകം 4:15-16 ഈ സത്യം കുറച്ചും കൂടി ഉറപ്പിക്കുക, കൂടുതൽ ഉറപ്പിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് 16, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കർത്താവിൻ്റെ കരുണയും കൃപയും എപ്പോഴും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ, കർത്താവിൻ്റെ ആ പ്രസൻസിലേക്ക് നമുക്ക് വരാം. കരുണയും കൃപയും ലഭിക്കുവാൻ പ്രത്യാശയോടെ, നാണിച്ച് ലജ്ജിച്ച് നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് കുറ്റബോധത്തോടെയല്ല, പ്രത്യാശയോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക, പ്രത്യാശയോടെ വരിക. സഹോദരങ്ങളെ, ഈ ഒരു റെവലേഷൻ, ഈ രക്ഷയുടെ ഈ ഒരു റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദമുള്ളതാവും. അതാണ് പത്രോസിലിക സഭയെ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 1:8, 1 Peter chapter 1:8. അവിടെ പത്രോസിൽ എന്താ പറയുന്നത്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും, നമ്മൾ ആരും കർത്താവിനെ ജീവനോടെ കണ്ടിട്ടില്ല. ഫിസിക്കലി, ശാരീരികമായി കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാർ കണ്ടതുപോലെ നമ്മൾ വിശ്വാസത്തിലൂടെയാണ് കർത്താവിനെ കാണുന്നത്. പരിശുദ്ധ വചനത്തിൽ നമ്മൾ കർത്താവിനെ കാണുന്നു, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കർത്താവിനെ കാണുന്നു, പ്രാർത്ഥനയുടെ കൂട്ടായ്മകളിൽ നമ്മൾ കർത്താവിനെ കാണുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ കർത്താവിൻ്റെ ആ പ്രസൻസ് നമ്മൾ അനുഭവിക്കുന്നു. ഫിസിക്കലായി നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല. വളരെ അപൂർവം പേർക്ക് കർത്താവ് ശാരീരികമായി പലപ്പോഴും വെളിപ്പെട്ടതായി നമ്മൾ മിസ്റ്റിക്സിൻ്റെ ചരിത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, പത്രോസിലേ പറയാ, നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടുന്നൊരു ദൈവ പൈതൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തിയത്. അവാച്യമായ മഹത്വപൂർണമായ ആനന്ദം കൊണ്ട് നിറയാണ്, ആനന്ദം കൊണ്ട് മുഴുകുകയാണ്. അപ്പോൾ ഈ രക്ഷയുടെ വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ, കർത്താവ് നമുക്ക് നേടിത്തന്ന ആ രക്ഷയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ നീതീകരണത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞേ, രക്ഷയുടെ ആനന്ദം വീണ്ടും എനിക്ക് തരണമേ. രക്ഷയുടെ ആനന്ദം, ജോയ് ഓഫ് സാൽവേഷൻ. സങ്കീർത്തനം 51:12 അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവ് നന്ദിയോടെ സ്തുതിച്ചേ. നമ്മുടെ രാജാവിനെ നന്ദിയോടെ സ്തുതിച്ചേ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കുന്നു. എത്ര വലിയ വീണ്ടെടുപ്പാണ് തന്നത്, എത്ര മഹനീയമായ വീണ്ടെടുപ്പ്. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ഫലങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ് ആണ് പരമ്പരാഗതമായ പാപ, രോഗ, ശാപ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനം കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമുക്ക് തന്നു. തിരുരക്തത്തിലൂടെ ഹീലിങ്ങും ഡെലിവറൻസ് എല്ലാം, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടുള്ള പൈശാചിക ബന്ധനങ്ങൾ, സ്വാധീനങ്ങൾ, പാപക്കെട്ടുകൾ, രോഗബന്ധനങ്ങൾ, ശാപച്ചങ്ങലകൾ, ശാപബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് വീണ്ടെടുപ്പ് തന്നു. തൻ്റെ രക്തം ചിന്തലിലൂടെ, തൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ, ആ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനത്തിലൂടെ. ഈ സത്യം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ സഭ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. 1 Peter chapter 1:18 and 19. 1 പത്രോസ് 1:18-19 വചനങ്ങൾ അവതനം ഉച്ചത്തിൽ ഉണർവോടെ വായിച്ച് എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ പരമ്പരാഗതമായി തലമുറകളായി
നമുക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പാപരോഗ ശാപബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നെന്തുകൊണ്ടാണ്? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെയാണ്. കർത്താവിന്റെ രക്തമാണ് നമുക്ക് വീണ്ടെടുപ്പ് തന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ തിരക്തത്തെ ധ്യാനിക്കണം, തിരക്തത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഓർമ്മകളിൽ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധമായ കൃപകൾ നമ്മളിലേക്ക് ഒഴുകും. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുത രക്തത്തിലൂടെയാണ്, പരിശുദ്ധ രക്തത്തിലൂടെയാണ്. പിതാക്കന്മാരിൽ നിന്ന് പരമ്പരാഗതമായി നമുക്ക് ലഭിച്ച എല്ലാ പൈശാചിക പാപ ബന്ധന രോഗശാപ കെട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് അതുകൊണ്ട് ചില സ്വഭാവ വൈകല്യങ്ങൾ, അത് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട്. ചില വ്യക്തികൾ നല്ല സ്വഭാവങ്ങളുണ്ട്, നമ്മൾ അതിനോർത്ത് നന്ദി പറയണം. എന്നാൽ നെഗറ്റീവായ ചില ആസക്തികൾ, ചില ബന്ധനങ്ങൾ, ചില വ്യക്തികൾക്ക് മദ്യത്തോട് ഭയങ്കര ആസക്തി, ചിലർക്ക് പണത്തോട് ഭയങ്കര ആസക്തി, മറ്റു ചിലർക്ക് സെക്സിനോട് ഭയങ്കര ആസക്തി, വേറെ ചിലർ ഭയങ്കര മുൻകോപികൾ, പിടിവാശിക്കാർ, ദുശാഠ്യക്കാർ, അതുപോലെ തന്നെ വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, നീരസം, പിടിവാശികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ, തലമുറകൾ, കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരങ്ങൾ. വർഷങ്ങളായി അവരുടെ ഫാമിലി ട്രീ, ആ കുടുംബ വൃക്ഷത്തിന് ചരിത്രം പഠിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു ബന്ധനത്തിലും കെട്ടുപാടിലുമാണ് അവർ ജീവിക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലുള്ള സ്വാധീന ബന്ധനങ്ങളുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. ചില പാപവൈകൃതങ്ങൾ, ചില പാപവൈകല്യങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുക. മക്കളിൽ അത് കൊച്ചുമക്കളിൽ, അത് കുടുംബത്തിൽ പലരിലും പ്രകടമായി വെളിപ്പെടുക. അങ്ങനെ സഫർ ചെയ്യുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെയാണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബൈബിളിൽ അതിന് പരിശുദ്ധ ബൈബിൾ ഉദാഹരണം കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം, അവിടെ 8-ാമത്തെ വചനം കായേനാണ്. കായേൻ ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. തൻ്റെ സഹോദരനോടുള്ള വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത, മത്സര്യം കണ്ടു കൊലപാതകത്തിലേക്ക് കായേനെ നയിക്കുകയാണ്. കൊലപാതകത്തിൻ്റെ, മത്സരത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു സ്പിരിറ്റ്, പൈശാചിക രൂപി കായേനിലുണ്ടായിരുന്നു. അവൻ അനുതപിച്ചില്ല, അവൻ റിപ്പൻറ്റ് ചെയ്തില്ല. തിരുവചനം പറയുന്ന അവൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അവൻ കർത്താവിനെ ഉപേക്ഷിച്ചു, അവൻ കർത്താവിനെ അവഗണിച്ചു കളഞ്ഞു, അവൻ കർത്താവിനെ വിട്ടുകളഞ്ഞ് അവൻ അവൻ്റെ വഴിക്ക് ഓടിപ്പോയി. പിന്നീട് അവനിലൂടെ ഉണ്ടായ തലമുറകൾ എടുത്ത് പഠിക്കണം. ലാമേക്കിൻ്റെ മകൻ്റെ മകൻ, അവൻ്റെ പേരാണ് കായേൻ്റെ മകൻ്റെ മകൻ, അവൻ്റെ പേരാണ് ലാമേക്ക്. കായേൻ്റെ കൊച്ചുമകൻ, പേരക്കുട്ടി എന്ന് പറയും. ഈ ലാമേക്കിൻ്റെ സ്വഭാവ പ്രകൃതി എന്തായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 23-24 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കണം. ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായേ സില്ലായേ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ചൊരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. വളരെ വളരെ കൂളായിട്ട് പറയാം, ഞാൻ കൊന്നുകളഞ്ഞു. 24-ാം വചനത്തിൽ അവൻ വളരെ വീമ്പടിച്ച് പറയുന്ന പോലെ അവൻ പറയാണ്, കായേൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പച്ചൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റേത് എൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കും. 77 ഇരട്ടിയായിരിക്കും. കേട്ടോ, ആ കായേനിലുണ്ടായിരുന്ന കൊലപാതക സ്പിരിറ്റ്, വെറുപ്പിൻ്റെ പ്രതികാരത്തിൻ്റെ മത്സരത്തിൻ്റെ സ്പിരിറ്റ് ഇതാ അവൻ്റെ തലമുറകളിലേക്ക് വ്യാപരിക്കുകയാണ്. ആ വൈകല്യം, ഇറ്റ്സ് എ ബോണ്ടേജ്. ഇതൊരു ബന്ധനമാണ് സഹോദരങ്ങൾ, ഇത് പൈശാചിക പീഡയാണ്. അത് തലമുറകൾ ഇഫക്റ്റ് ചെയ്യുന്നു, തലമുറകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇത് നല്ലതും സ്നേഹവും കൃപയും വിശുദ്ധിയുള്ള, അത് തലമുറകളിലേക്ക് അതുപോലെ വിശുദ്ധിയും കൃപയും സ്നേഹമുള്ള മക്കളെ അല്ലെങ്കിൽ തലമുറകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, മദ്യപാനം, സെക്സ്, വ്യഭിചാരത്തിൻ്റെ പൈശാചിക രൂപി, അതുപോലെ തന്നെ ലോകമോഹങ്ങൾ, ലോകത്തോടുള്ള ആർത്തി, പണത്തോടുള്ള ആർത്തി, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
ഇതൊക്കെ നമുക്കൊരു വീണ്ടെടുപ്പ് നൽകുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാണ്. പാപ ബന്ധനങ്ങളിൽ നിന്ന്, സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ വിമോചനവും വീണ്ടെടുപ്പും തരുന്നത് യേശുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിലാണ് വീണ്ടെടുപ്പ്, രക്തത്തിലാണ് സൗഖ്യം, രക്തത്തിലാണ് വിമോചനമുള്ളത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇനി പരമ്പരാഗതമായ ചില രോഗപീഠകൾ, ഇന്ന് മെഡിക്കൽ സയൻസ് അത് ഒത്തിരി കണ്ടുപിടിച്ചിട്ടുണ്ട്. പാരമ്പര്യ രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ മെഡിക്കൽ സയൻസിന് പറ്റില്ല. അതിന് കർത്താവ് തന്നെ സൗഖ്യം തരണം. ഇന്ന് തലമുറകളായി, ജനറേഷനായി, ഹെറിഡിറ്റിയായി വരുന്ന ഒത്തിരിയേറെ രോഗപീഠകൾ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചു. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല, ഇതൊക്കെ മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്തൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ചില അസുഖമായി, രോഗവുമായി ഡോക്ടേഴ്സിനടുത്ത് ചെല്ലുമ്പോൾ അവർ ഹിസ്റ്ററി ചോദിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ അസുഖമുണ്ടോ? നിങ്ങൾ വീട്ടിൽ ഇന്ന വ്യക്തിക്ക് ഇന്ന പ്രശ്നമുണ്ടോ? അവർ നമ്മുടെ ഹിസ്റ്ററി ചോദിക്കുന്നതിന് കാരണം ഇത് പരമ്പരാഗതമായി വരുന്ന രോഗമാണെന്ന് അറിയാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടെടുപ്പ് തന്നിരിക്കുന്ന കർത്താവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ രക്തമാണ്. നമ്മൾ എന്തൊക്കെ രോഗപ്പെടുകയാണ്, നമ്മൾ കർത്താവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുക, നമുക്ക് ആ ഹീലിംഗ് കിട്ടും. എല്ലാ രോഗവും സുഖപ്പെട്ടു എന്ന് വരില്ല. ചില രോഗങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് അനുവദിക്കാം. ചിലപ്പോൾ സൗഖ്യം കിട്ടാം, ചിലപ്പോൾ ആത്മീയ ആ രോഗം സഹിക്കാനുള്ള കൃപയായിരിക്കും കിട്ടുക, ചിലപ്പോൾ ഫിസിക്കൽ ഹീലിംഗ് തന്നെ കിട്ടും. അതൊക്കെ കർത്താവിൻ്റെ ഹിതപ്രകാരം കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 53:5 തിരുവചനം പഠിപ്പിക്കുക. 53:5 അവിടെ പറയുന്നു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കർത്താവിന്റെ ക്ഷതങ്ങളാൽ, അവന്റെ മുറിവുകൾ, ആ മുറിവുകൾ ഒഴുകിയ തിരിച്ചോരയാൽ നാം സൗഖ്യം പ്രാപിച്ചു. ടു ബി ഹീൽഡ്, നമുക്ക് സൗഖ്യമുണ്ടായി. 1 പത്രോസ് 2:24, 1 പീറ്റർ 2:24 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? അവിടെ പറയുന്നു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അപ്പം എല്ലാ പരമ്പരാഗതമായ രോഗപീഠകൾക്കുള്ള ഉത്തരം, അതിനുള്ള വിമോചനം എന്താണ്? യേശുവിൻ്റെ അത്ഭുത രക്തമാണ്. ആ രക്തത്തിലാണ് വീണ്ടെടുപ്പ്, ആ രക്തത്തിലാണ് സൗഖ്യം, ആ രക്തത്തിലാണ് വിമോചനമുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി തിരുരക്തത്തെ സ്നേഹിച്ച് ആ രക്തം വിളിച്ച് വിശ്വാസത്തോടെ തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിലേക്ക് വിളിക്കണം, നിന്റെ തലമുറകളിലേക്ക് തിരുരക്തം തെളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ സൗഖ്യം ഉണ്ടാകും, ഡെലിവറൻസ് ഉണ്ടാകും, അവിടെ വലിയ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകും. കർത്താവ് അതിശയകരമായി പ്രവർത്തി. നമ്മൾ ഇതിനൊക്കെ കുറച്ച് വില കൊടുക്കണം. ഇതിങ്ങനെ കേട്ടുപോയാൽ പോരാ. ഈ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്യണം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. നമ്മളിത് കർത്താവിന് മുൻപിൽ ഇരുന്നത് പ്രാർത്ഥിക്കണം, ഇത് പ്രാപിക്കണം, ഈ അഭിഷേകം ഏറ്റെടുക്കണം. അതിനെ ഈ മെസ്സേജ് കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഇത് നമ്മൾ ബുദ്ധിതലത്തിൽ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. കർത്താവിൽ നിന്ന് നമ്മൾ ഈ രക്ഷയുടെ ഫലങ്ങൾ സ്വന്തമാക്കണം സഹോദരൻ. അത് റിസീവ് ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 19:34 നമുക്ക് കാണാം. കർത്താവ് കുരിശിൽ കിടക്കുകയാണ്. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളം പുറപ്പെട്ടു. ചരിത്രം പറയുന്നുണ്ട്, അത് ഒറ്റക്കിണറിൽ ലുങ്കിനിയോസ് ആണ് കുന്തം കൊണ്ട് കുത്തിയത്. ആ രക്തവും വെള്ളവും അവൻ്റെ ആ കണ്ണുകളിൽ വീണപ്പോൾ കാഴ്ചയില്ലാത്ത അവൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്. ആ കണ്ണ് കാഴ്ച കിട്ടുകയാണ്. അവൻ അത്ഭുതകരമായി കാഴ്ചയുള്ളവനായി മാറാണ്. അവന് ഹീലിംഗ് ഉണ്ടായി. ആ രക്തം ആ ലുങ്കിനിയോസിൻ്റെ കണ്ണിൽ വീണപ്പോൾ സഹോദരങ്ങൾ, ആ കണ്ണിന് കാഴ്ചയുണ്ടായി, കണ്ണ് തുറക്കപ്പെട്ടു. കർത്താവിൻ്റെ രക്തം അത് സുഖപ്പെടുത്തുന്ന രക്തമാണ്, നമ്മെ സൗഖ്യമാക്കുന്ന രക്തമാണ്, അത് അത്ഭുത രക്തമാണ്, നമുക്ക് വിമോചനം തരുന്ന രക്തമാണ്. ഇനി എല്ലാവിധ ശാപബന്ധനങ്ങൾ ഒരുപാട് ശാപഗ്രസ്തമായ ബന്ധനങ്ങൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട, കഴിവില്ലാതെയല്ല, പ്രാപ്തിയില്ലാതെയല്ല, പക്ഷെ നമുക്ക് വളരാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആത്മീയ മേഖലകളിലും കൃപയിൽ ജ്വലിക്കാൻ പറ്റുന്നില്ല, അഭിഷേകത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. ഒത്തിരി ഈ ആസിൽ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്, ദർശനമുണ്ട്, പക്ഷെ റിസൾട്ടിലേക്ക് വരുന്നില്ല.
അവർക്ക് ആ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫ്രൂട്ട് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറകിൽ ചില ബോണ്ടേജുകളാണ്, ചില ശാപക്കെട്ടുകളുണ്ട്, ശാപഗ്രസ്തമായ ബന്ധനങ്ങളുണ്ട്. എല്ലാം ശാപം എന്നല്ല, പക്ഷേ ചില ശാപം എന്ന് പറയുന്നത് എന്താ? കൃപയില്ലാത്ത അവസ്ഥ, നോ ഗ്രേസ്. കൃപയില്ലാത്ത അവസ്ഥയാണ് ഈ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന പലതുമുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ റിപ്പൻറ്റ് ചെയ്ത് കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് അവിടെയൊക്കെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. കർത്താവ് എന്തു ചെയ്തു ഇതിനുള്ള ബന്ധത്തിൽ നമുക്കറിയാവുന്ന വചനമാണ്. പൗലോസിലേക്ക് ഗലാത്യ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-14 വചനങ്ങൾ. നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൃപയിലേക്ക് നയിക്കാൻ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ എല്ലാ ശാപബന്ധനങ്ങളിൽ നിന്ന്, ശാപഗ്രസ്തമായ സ്വാധീനങ്ങളിൽ നിന്ന് തൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് പൂർണ്ണമായി വീണ്ടെടുപ്പ് തന്നു, സൗഖ്യം തന്നു, നമ്മളെ അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കി, നിത്യരക്ഷയുടെ അവകാശികളാക്കി നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. നമ്മൾ ഈ രക്ഷയുടെ ഫലങ്ങളിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഈ രക്ഷയുടെ ഫലങ്ങളിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ആ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരു വചനം കൂടി ആത്മാവ് തരികയാണ്. പൗലോസ്ലീഹ കൊളോസസ്കാർക്ക് ലേഖനം 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ കണ്ടോ, ശാപത്തിൻ്റെ, അങ്ങനെ പല പല ദോഷകരമായി നിന്ന അനേക ലിഖിത നിയമങ്ങളുണ്ട്. ഈ ലിഖിത നിയമങ്ങളെയെല്ലാം കർത്താവ് കുരിശിൽ രക്തം ചിന്തി അതൊക്കെ മായ്ച്ചു കളഞ്ഞ് അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അങ്ങനെ നമുക്ക് ദോഷകരമായി നിന്ന ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, തിന്മയുടെ എല്ലാ ലിഖിത നിയമങ്ങളെയും കർത്താവ് തൻ്റെ രക്തത്താൽ വാഷ് ഔട്ട് ചെയ്ത്, ക്ലീൻ ചെയ്ത്, നിഷ്കാസനം ചെയ്ത് നമുക്ക് ഫ്രീഡം തരികയാണ്, നമുക്ക് രക്ഷ തരികയാണ്, വീണ്ടെടുപ്പ് തരികയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തോടെ ഹല്ലേലൂയ. 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 ഒന്ന് കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം പരിശുദ്ധ രക്തത്തിലുള്ള ലഭ്യമായ കൃപകൾ ഏറ്റെടുത്ത് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച യേശുവേ എന്ന് വിളിച്ച് സൗഖ്യം 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 സൗഖ്യം. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. നമ്മൾ ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ രക്തം ചിന്തയിലൂടെ നമുക്ക് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, റിസൾട്ടാണ്. തൻ്റെ രക്തത്താൽ സഭയെ സമ്പാദിച്ചു. കർത്താവ് സഭയെ നേടി. ആ സഭയോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. നമ്മൾ സഭയുടെ മക്കളാണ്. സഭയെ നമ്മൾ സ്നേഹിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ സഭയ്ക്ക് കവചമായി തീരണം, കോട്ടയായി മാറണം. നമ്മൾ സഭയുടെ കാവൽക്കാരായി മാറണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്താ വചനം പറയുന്നത്? നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ, തൻ്റെ രക്തത്തിലൂടെയാണ് തൻ്റെ സഭയെ കർത്താവ് നേടിയത്, തൻ്റെ സഭയെ കർത്താവ് സമ്പാദിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ആ സഭയോട് നമുക്ക് അഴമേറിയ സ്നേഹമുണ്ടായിരിക്കണം. സഭയുടെ കോട്ടയായിട്ട് നമ്മൾ മാറണം. സഭയുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുന്നവരും പരിരക്ഷിക്കുന്നവരുമായി നമ്മൾ മാറണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്ക് കോട്ടകൾ പണിയണം. നമ്മുടെ പ്രാർത്ഥനകൾ സഭയ്ക്ക് മറയായി മാറണം. ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണത്. സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട നാളുകൾ, പ്രാശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട നാളുകൾ. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി, വന്യവൈദികർക്ക് വേണ്ടി,
നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി കണ്ണുനീരോടെ ത്യാഗമെടുത്ത് കരങ്ങൾ ഉയർത്തി അവരുടെ അഭിഷേക കരങ്ങൾ തളർന്നു പോകാതിരിക്കാൻ, അവരുടെ പാദങ്ങൾ കുടുക്കിൽപ്പെട്ട് അവർ കൃപയിൽ വീണു പോകാതിരിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട നാളുകളാണിത്. നമ്മുടെ പ്രാർത്ഥനകൾ സഭയ്ക്ക് കവചമായി മാറണം. സഭാപിതാവ് വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്നവർ സഭയുടെ കോട്ടയാണ്. അവർ സഭയുടെ കോട്ടയാണ്. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച്, കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സഭയ്ക്ക് കവചമായിട്ട് മാറും. സഭയ്ക്ക് അത് കൃപയായിട്ട് മാറും. സഭയ്ക്ക് അത് കോട്ടയായിട്ട് തീരുമെന്ന് സഭാപിതാവായ വിശുദ്ധ ജെറോം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പല കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും. ഇതൊന്നും സഭയുടെ ആന്തരികമായ പരിശുദ്ധിയെ ബാധിക്കുന്നില്ല. കർത്താവിൻ്റെ സഭ പരിശുദ്ധമാണ്, അത് ശ്ലൈഹികമാണ്, അത് സാർവത്രികമാണ്. പരിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, അത് സാർവത്രികമാണ്. നാല് പ്രധാന ഗുണങ്ങൾ നമ്മൾ കാണുന്നു. നാല് ഗുണങ്ങൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഏകമാണ്. ഏകം, പരിശുദ്ധം, ശ്ലൈഹികം, സാർവത്രികം. നമ്മുടെ സഭയുടെ സൗന്ദര്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ബാഹ്യമായ കാര്യങ്ങളൊന്നല്ല. സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. തൻ രക്തത്താൽ വീണ്ടെടുത്തതാണ് കർത്താവിൻ്റെ സഭ. സഹോദരങ്ങൾ, അതിൻ്റെ ആന്തരിക പരിശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. സഭയുടെ ആ സമ്പന്നത തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ? സകല സൗഭാഗ്യങ്ങളാലും മുടിചൂടി നിൽക്കുന്ന സഭയിൽ, സകല സൗഭാഗ്യങ്ങളും മുടിചൂടി നിൽക്കുന്ന സഭ, അതാണ് കർത്താവിന്റെ സഭ. വിശ്വസിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ സഭയെ നമ്മൾ ചങ്കായി സ്നേഹിക്കണം. നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ സഭയ്ക്ക് കോട്ടയായിട്ട് മാറണം. സഹോദരങ്ങളെ, അത് മറന്നു പോകരുത്. പൗലോസ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്യർക്ക് ലേഖനം 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. സഭ കർത്താവിൻ്റെ ശരീരമാണ്. സഭ കർത്താവിൻ്റെ ശരീരമാണ്. സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നാം സഭയാണ് സ്നേഹിക്കുന്നത്. സഭയെ സ്നേഹിക്കുമ്പോൾ നാം കർത്താവിനെയാണ് സ്നേഹിക്കുന്നത്. പലർക്കും കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ പലപ്പോഴും സഭയെ നമ്മൾ കുറ്റം പറയുന്നു, സഭയെ നമ്മൾ വിമർശിക്കുന്നു, സഭയെ നമ്മൾ അപമാനിക്കുന്നു, സഭയെ നമ്മൾ അവഹേളിക്കുന്നു. അത് കർത്താവിനോടുള്ള അപമാനമാണ്. അപ്പോസ്തല പ്രവർത്തനം 9:4 ഈ സത്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാവൂൾ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ സഭയെ പീഡിപ്പിച്ചത്. പക്ഷെ സാവൂളിനോട് കർത്താവ് ചോദിക്കുക, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നമ്മൾ സഭയെ വിമർശിക്കുമ്പോൾ, സഭയെ കളിയാക്കുമ്പോൾ, സഭയെ അവഹേളിക്കുമ്പോൾ നാം കർത്താവിനെയാണ് അവഹേളിക്കുന്നത്. കർത്താവിനെയാണ് നമ്മൾ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും. ഈ സത്യം മനസ്സിലാക്കി. കുറവുകൾ, കുറ്റങ്ങളുണ്ട്. നമ്മുടെ കുറവുകളാണ് സഭയുടെ കുറവ്. അത് സഭയുടെ ബാഹ്യമായ കുറവ്. പക്ഷെ സഭയുടെ ആന്തരികമായി സഭയ്ക്ക് ഒരു കുറവില്ല. കാരണം കർത്താവിൻ്റെ പരിശുദ്ധിയിലാണ് സഭ നിലനിൽക്കുന്നത്. സഭ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധിയിലാണ്. കർത്താവിന് കുറവുണ്ടെങ്കിൽ തിരുസഭയ്ക്ക് കുറവുണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മളീ കാണുന്ന ഈ ബാഹ്യമായിട്ടുള്ള വെറിക്കൂത്തുകളും കൂത്താട്ടങ്ങളും അതൊന്നല്ല സഭയുടെ ആന്തരികത എന്ന് പറയുന്നത്. ആന്തരിക സമ്പന്നതയിലേക്ക് നോക്കി ആഴത്തിൽ സഭയെ സ്നേഹിക്കണം. നമ്മൾ കർത്താവ് നേടിയെടുത്ത, അത് സ്വന്തം രക്തത്തിലൂടെ നേടിയെടുത്തതാണ് തൻ്റെ സഭയെ. നമുക്ക് പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി ജാഗരിക്കാം. തിരുസഭയെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മിൽ കൃപ വർദ്ധിക്കും, അഭിഷേകം വർദ്ധിക്കും. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ തൻ്റെ സഭയിലാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ,
തൻ്റെ സഭയിലാണ് കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ. ആരെല്ലാം സഭയെ സ്നേഹിക്കുന്നുവോ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, സഭയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുന്നുവോ, സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നുവോ, ആത്മാക്കളെ അധികമായി കർത്താവ് സ്നേഹിക്കുന്നു. അവർ തൻ്റെ അപ്രകാരമുള്ള ആത്മാക്കളെ തൻ്റെ ഹൃദയത്തോട് കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ സഭയ സ്നേഹത്തിൽ വളരുന്ന, സഭാ സ്നേഹത്തിൽ വളരുന്ന കുടുംബങ്ങളാണ്. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടിയാണ്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. For the Lord and for the church. കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടിയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ എല്ലാം. അതിലൂടെ ഈശോ മഹത്വപ്പെടുത്തട്ടെ.